ഹായ്, സ്വാഗതം. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ, ഒരു കാലത്ത് ബോക്സ് ഓഫീസിലെ അവസാന വാക്ക്, നിർമ്മാതാക്കൾക്ക് 100% ലാഭം ഉറപ്പു നൽകിയിരുന്ന ബ്രാൻഡ്. എന്നാൽ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ദിലീപ് എന്ന നടന്റെ വിപണി മൂല്യം എവിടെയാണ്? 2025 കോടതി വിധി അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായെങ്കിലും കോർപ്പറേറ്റ് ലോകം ഇപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിഗ് ബജറ്റുകളിലേക്കുള്ള ദിലീപിന്റെ മടക്കം എന്ത് സൂചനയാണ് നൽകുന്നത്? ഒരു ബിസിനസ് പ്രൊഡക്റ്റ് എന്ന നിലയിൽ ദിലീപ് ഏതവസ്ഥയിലാണ്? നമുക്ക് പരിശോധിക്കാം. തിയേറ്ററുകൾ ചിരിച്ചുമറിഞ്ഞ CID മൂസയുടെ രണ്ടാം ഭാഗമെത്തുന്നു. ഇത് ദിലീപിന്റെ വലിയൊരു തിരിച്ചുവരവിനുള്ള പ്രതീക്ഷയാണ്. ദിലീപ് വിമർശിക്കപ്പെടുന്നുവെങ്കിലും CID മൂസ എന്ന സിനിമാ ബ്രാൻഡിന് മലയാളികൾക്കിടയിലുള്ള സ്വാധീനം ചെറുതല്ല. ഈ നൊസ്റ്റാൾജിയ പണമാക്കാനാണ് നിർമ്മാതാക്കൾ തയ്യാറാകുന്നത്. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുന്നത് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ദിലീപ് എന്ന പ്രൊഡക്റ്റ് തിരിച്ചെത്തുന്നത് എങ്ങനെയാണ്? 2025 ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടി ആക്രമണ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ഇത് നിർമ്മാതാക്കൾക്ക് വലിയൊരാശ്വാസമായി. കാരണം ദിലീപിനെതിരെയുള്ള നിയമപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ നീങ്ങി. എന്നാൽ ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുകയാണ്. ഈ അനിശ്ചിതത്വം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഇമേജ് ക്ലീൻ ആകുന്നതിൽ തടസ്സമാണ്. ഇനി ദിലീപ് ഒരേ സമയം നിർമ്മാതാക്കൾക്ക് സേഫാണ്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് റിസ്ക് ആണ്. അതാണ് പരിശോധിക്കുന്നത്. ആദ്യം ദിലീപിനെ കുറിച്ചുള്ള സിനിമാ നിർമ്മാതാക്കളുടെ വീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2025 കോടതി വിധിക്ക് ശേഷം നിർമ്മാതാക്കൾക്ക് ലഭിച്ച വലിയൊരു ഉറപ്പ് ദിലീപിനെ ഉപയോഗിച്ചുള്ള സിനിമാ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പോകില്ല എന്നതാണ്. വൻതുക മുടക്കുമ്പോൾ ഈ സുരക്ഷിതത്വം അവരെ ആകർഷിക്കുന്നുണ്ട്. ദിലീപിന്റെ ബാ നേടിയ വമ്പൻ കളക്ഷൻ തെളിയിക്കുന്നത് കുടുംബ പ്രേക്ഷകരും കുട്ടികളും അദ്ദേഹത്തെ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നാണ്. ഈ മിനിമം ഗ്യാരണ്ടിയാണ് നിർമ്മാതാക്കളുടെ ബലം. ഇനി കോർപ്പറേറ്റ് ലോകത്തിന് ദിലീപിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നോക്കാം. സിനിമയിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുമ്പോഴും വലിയ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ, ഉദാഹരണത്തിന് ജ്വല്ലറികൾ, വസ്ത്രവ്യാപാര ശൃംഖലകൾ തുടങ്ങിയവ ദിലീപിനെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കാൻ മടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിസ്ക് ആണ് കാരണം. എന്തുകൊണ്ടായിരിക്കും ഈ അപകട സൂചന? കമ്പനികൾ ഭയക്കുന്നത് തങ്ങളുടെ ബ്രാൻഡിൻ്റെ വിശ്വാസ്യതയെയാണ്. ദിലീപിൻ്റെ കാര്യത്തിൽ പ്രേക്ഷകർ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്ത ഒരു വിഭാഗം, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ യുവതികൾ, ബ്രാൻഡിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നിയമപരമായ അനിശ്ചിതത്വമാണ്. ഹൈക്കോടതിയിലെ അപ്പീൽ നിലനിൽക്കുന്നതിനാൽ ഭാവിയിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അത് കമ്പനിയുടെ ബ്രാൻഡ് ഇമേജിനെ തകർക്കും. നിയമ നടപടികൾ പൂർണ്ണമായും അവസാനിക്കാതെ ഒരു വലിയ തുക കമ്പനികൾ നിക്ഷേപിക്കാൻ തയ്യാറാവില്ല. കമ്പനികൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവും മറ്റൊരു പ്രധാന ഘടകമാണ്. സ്ത്രീ സുരക്ഷയും ലിംഗസമത്വവും ആഗോളതലത്തിൽ തന്നെ കമ്പനികൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്ത്രീ പീഡന കേസിൽ പേര് ഉയർന്നു വന്ന ഒരാളെ ബ്രാൻഡിന്റെ മുഖമാക്കുന്നത് കമ്പനിയുടെ സോഷ്യൽ ഗവേണൻസ് പോളിസിക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടാം. സിനിമയിലെ സ്ത്രീ സംഘടനകളുടെ സ്വാധീനമാണ് മറ്റൊരു വിഷയം. WCC പോലുള്ള സംഘടനകളും നഗരപ്രദേശങ്ങളിലെ പ്രേക്ഷകരും ഇപ്പോഴും ഈ നടനെതിരെ വിമർശനാത്മക നിലപാട് തുടരുന്നുണ്ട്. മെട്രോ സിറ്റികളിലെ ഷോറൂമുകളിലും പരസ്യങ്ങളിലും ദിലീപിന്റെ മുഖം വരുന്നത് ഇവരെ അസ്വസ്ഥരാക്കും. ശരി, ഇനി ദിലീപ് എന്ന ബിസിനസ് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ബിഗ് ബജറ്റ് സിനിമകൾക്ക് വേണ്ടത് വലിയൊരു വിഭാഗം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുക എന്നതാണ്. ദിലീപിന്റെ ജനപ്രിയ നായകൻ എന്ന ലേബൽ കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ ഇന്നും പര്യാപ്തമാണ്. ഈ മിനിമം ഗ്യാരണ്ടിയാണ് നിർമ്മാതാക്കളുടെ താല്പര്യത്തിന് പിന്നിൽ. സാറ്റലൈറ്റ് OTT അവകാശങ്ങൾ വിറ്റുപോകുമെന്ന ഉറപ്പും ഈ ആലോചനയ്ക്ക് പിന്തുണയേകുന്നു. ദിലീപ് എന്ന ബ്രാൻഡ് ഒരു തിരിച്ചുവരവിലാണ്, സംശയമില്ല. സ്വന്തം പേരിനേക്കാൾ കൂടുതൽ പഴയ കഥാപാത്രങ്ങൾ പേരിൽ സിനിമകൾ വിറ്റഴിക്കേണ്ടി വരുന്നത് ബ്രാൻഡ് മൂല്യം ഒരു റിക്കവറി മോഡലിൽ ആണ് എന്നതിൻ്റെ സൂചനയാണ്. CID മൂസ 2 പോലുള്ള സിനിമകൾ ബിഗ് ബജറ്റിൽ പ്ലാൻ ചെയ്യുന്നത് ആ കഥാപാത്രത്തിനുള്ള വലിയ ആരാധക വൃന്ദം കൂടി കണക്കിലെടുത്താണ്. ബാ എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ ബിഗ് ബജറ്റ് പ്രൊജക്റ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്.
ഏതൊക്കെയാണെന്ന് നോക്കാം. 3 കൺട്രീസ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ 2 കൺട്രീസിൻ്റെ രണ്ടാം ഭാഗം. കുടുംബ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. പിക് പോക്കറ്റ്. ഇതൊരു വലിയ ബജറ്റ് മാസ് എൻ്റർടൈനറാണ്. ദിലീപിൻ്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു വേഷമായിരിക്കുമെന്ന് പറയപ്പെടുന്നു. കല്യാണരാമൻ റിലീസ്. ദിലീപിൻ്റെ എവർഗ്രീൻ ഹിറ്റ് കല്യാണരാമൻ 4K പതിപ്പിൽ തിയേറ്ററുകളിൽ വീണ്ടും എത്തിക്കാൻ പ്ലാനുണ്ട്. പറക്കും പപ്പൻ. സൂപ്പർ ഹീറോ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ദീർഘനാളായി ചർച്ചയിലുണ്ട്. പുതിയ ത്രില്ലർ പ്രൊജക്റ്റ് വരുന്നു എന്നൊരു സൂചനയുമുണ്ട്. ചുരുക്കത്തിൽ ദിലീപ് എന്ന ബിസിനസ് പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു വീണ്ടെടുക്കലിൻ്റെ ഘട്ടത്തിലാണ്. നിർമ്മാതാക്കൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് അത് ലാഭകരമായ ഒരു നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബ്രാൻഡ് പണ്ടുണ്ടായിരുന്ന ആ പഴയ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ നടി ആക്രമണ കേസിൽ നിന്ന് നിയമപരമായി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും പൊതുജനാഭിപ്രായം കൂടുതൽ മെച്ചപ്പെടുകയും വേണം. ഇമേജ് ക്ലീൻ ആകാതെ വലിയ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ അദ്ദേഹത്തെ സ്വീകരിക്കില്ല. ദിലീപിൻ്റെ ഈ തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റ് ചെയ്യുക. എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.